എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പണമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരുടെയും ഒരു പരാതിയാണ് പണമില്ല എന്നുള്ളത്, അല്ലേ? നമുക്ക് ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ്. നമ്മുടെ ഏത് കാര്യത്തിനും നമുക്ക് ആദ്യം വേണ്ടത് പണം തന്നെയാണ്. ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം അത്യാവശ്യമാണ്. പണമില്ലാതെ നമുക്ക് ഒരു വഴിക്കും മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല. ഏത് വലിയ ആവശ്യങ്ങളായിക്കോട്ടെ, ചെറിയ ആവശ്യങ്ങളായിക്കോട്ടെ, എന്ത് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് പണം വേണം, അല്ലേ? പണമില്ലാതെ നമുക്ക് ഒരിക്കൽ പോലും ഒരു കാര്യം സാധിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പണമില്ലാത്തവൻ പിണമാണ് എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. കാരണം ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ്. ആവശ്യം മാത്രമല്ല, അത്യാവശ്യം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണ്? അത് എങ്ങനെ കണ്ടെത്തും, എങ്ങനെ ഉണ്ടാക്കും? പണം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ജീവിക്കണമെങ്കിൽ പണം വേണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെ കണ്ടെത്തും, എങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് മാത്രമാണ് ആർക്കും പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ലാത്തത്. ഈ പണം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ട്. നമ്മളത് കണ്ടെത്താതെ പോകുന്നിടത്താണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാനുള്ള വഴികളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. പണം വേണം എന്ന് നമുക്കറിയാം, പക്ഷെ അത് എങ്ങനെ കണ്ടെത്തും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇന്ന് പല വഴികളിലൂടെ അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചും കൂടി മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ജോലി സാധ്യതകളാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും എന്തും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസവും അറിവും പരിജ്ഞാനവും എല്ലാം ഉള്ള ആളുകളെപ്പോൾ തന്നെ അത് ഇല്ലാത്തവർക്കും ഇന്ന് അത്യാവശ്യം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടവും ചുറ്റുപാടൊക്കെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ പണം കൊണ്ട് എല്ലാം ആവുമോ എന്ന് ചോദിക്കും. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പണം ഇല്ലാതെ ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥ തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആയി എന്നൊരു തോന്നൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പണം കൊണ്ട് മാത്രം എല്ലാം ആവുമൊന്നുമില്ല. നമുക്ക് ഓരോ സാഹചര്യത്തിലും അതിനനുസരിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും. പണം എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവില്ലായ്മയാണ് പലരെയും പുറകോട്ട് നയിക്കുന്ന, പല കാര്യങ്ങളും പുറകോട്ട് ആക്കുന്നത്. പണം കണ്ടെത്താനുള്ള വഴികൾ നമുക്ക് നല്ല ജോലി സമ്പാദിച്ചിട്ട് പണം നേടാം, നല്ല ബിസിനസ്സുകൾ ചെയ്തിട്ട് നേടാം. ഇനി ഒന്നുമില്ല, കൂലിപ്പണി ചെയ്താൽ വരെ നമുക്കൊന്ന് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പഴയ കാലത്തേക്ക് അപേക്ഷിച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങളിലും നല്ല മാറ്റങ്ങളും, പിന്നെ പഴയതുപോലെ ചെറു കാര്യങ്ങളൊന്നുമല്ല ഇന്ന് നമുക്ക് ചുറ്റിലും കാണുന്നത്. ഏത് മേഖലയിൽ ഇറങ്ങിയാലും അതിനനുസരിച്ച് ജോലി സാധ്യതകളും എല്ലാ കാര്യങ്ങളും ഇന്ന് നിലവിലുണ്ട്. നമുക്ക് പിന്നെ എല്ലാ വിവരങ്ങളും അറിയാനുള്ള സാഹചര്യങ്ങളും ഇന്ന് പഴയതിനേക്കാളും ഒരുപാട് കൂടുതലാണ്. കുറച്ച് മുൻപ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, ഒരു ജോലി സമ്പാദിക്കണമെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ പോകണം, വിദ്യാഭ്യാസം മാത്രം മതിയോ, പിന്നെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം മതിയോ, അങ്ങനെ ഇന്നിപ്പോൾ ഒരു ജോലി കണ്ടെത്താൻ വരെ നമുക്ക് പല അല്ലെങ്കിൽ പോർട്ടലിൽ നിന്ന് നമുക്ക് ജോലികൾ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടിലൊന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് പണം സമ്പാദിക്കാനുള്ള ജോലികൾ നേടാനുള്ള വഴികളുമുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം. നമ്മൾ ഒന്നും അല്ലാതായി പോകുന്നത് എന്താണ്? നമ്മുടെ കുറ്റം കൊണ്ട് മാത്രം തന്നെയാണ്. നമ്മൾ ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ കൂടെയാണ് നമുക്ക് പറ്റുന്നത് എന്നുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളൊന്നും അല്ലാതായി പോകുന്നത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ആരും കഴിവില്ലാത്ത ആൾക്കാരല്ല. നമുക്ക് സെൽഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ നല്ല ബോധം ഉണ്ട്. നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. എന്നെക്കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മറ്റത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. അപ്പോൾ ആ മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പരാജയങ്ങളൊക്കെ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ സംഭവിച്ചാലും നമ്മൾ ഇനിയിപ്പോൾ ആ മേഖലയല്ല, അത് നമ്മൾ പരാജയപ്പെട്ടു, അപ്പോൾ മറ്റൊരു മേഖല നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പണം കണ്ടെത്തണമെങ്കിൽ അതിൻ്റേതായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റേതായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പണം ഉണ്ടാവുള്ളൂ. പണം ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിന് പകരം അത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വരും, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയും കണ്ടെത്താൻ കഴിയും. എല്ലാവർക്കും പരാതികളേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടാ പരാതികളും ഇല്ലാണ്ടേക്കാം എന്നുള്ളതാരും ശ്രദ്ധിക്കില്ല.
എന്നെക്കൊണ്ട് അതിന് കഴിയണില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റണില്ല, എനിക്ക് അതില്ല, എനിക്കിതില്ല എന്നുള്ള പരാതികൾ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ അത് എങ്ങനെ ഇല്ലാണ്ടേക്ക് മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല, അതിനുള്ളൊരു വഴി ആരും കണ്ടെത്തില്ല. നമ്മളെപ്പോഴും വേണ്ടത് എന്താണെന്നറിയാം, നമ്മൾ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് വേണം ചിന്തിക്കാൻ. ഇപ്പം നമ്മൾക്ക് ചിലർക്കാണ് മറ്റൊരാളോട് അത്തരം കാര്യം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ സാഹചര്യം സംസാരിക്കാനുള്ള ഒരു മടി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഏത് വഴി കൂടെയാണ് ഒരു സഹായം നമ്മുടെ ജീവിതത്തിന് ഉതകുന്നത് ലഭിക്കുന്നത് വെച്ചാൽ ആ വഴി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണ്ടേ. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവരൊരു വഴി പറഞ്ഞു തരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു മാർഗം, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാർഗം ചിലപ്പോൾ അവർ പറഞ്ഞു തരും. നമ്മൾ ആരടുത്തും സംസാരിക്കാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു എന്നൊന്നും വരില്ല. നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലരുടെയും സഹായവും അങ്ങനെ എല്ലാം നമുക്ക് വേണ്ടി വരും. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫും നമ്മുടെ ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാവുകയൊക്കെ ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ദാഹിക്കുന്നുണ്ട്, നമ്മളൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ദാഹിക്കുന്നുണ്ട്, നമ്മളൊരു കിണർ കണ്ടു, അതിൽ വെള്ളമുണ്ട്, നമുക്കത് കയ്യിൽ വരണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക വേണ്ടേ. അവിടെ എന്തെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിച്ചാൽ വെള്ളം ആ കിണറിൽ നിന്നും മുക്കിയെടുത്തെങ്കിലല്ലേ നമുക്ക് കുടിക്കാൻ കിട്ടുള്ളൂ. അല്ലാതെ കിണറ്റിൽ വെള്ളമുണ്ട്, നമ്മൾ വെള്ളം കാണുകയും ചെയ്തു, നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ നമ്മളതിന് ശ്രമിക്കാതിരുന്ന് നമ്മളെ വെള്ളം എങ്ങനെയെങ്കിലും കോരിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ. അപ്പോഴല്ലേ നമുക്ക് ആ വെള്ളം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ദാഹത്തിന് കുടിക്കാൻ ഉതകുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് പണം വേണം, അതിനനുസരിച്ച് നമ്മൾ അത് കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ് സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നിലെത്തുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് പണമില്ലാതെ ഒരു കാര്യം ഇന്ന് നടക്കാത്ത ഒരവസ്ഥ തന്നെയാണ്. ജീവിക്കണമെങ്കിൽ ചെറിയൊരു ചുറ്റുപാടിലൂടെ ഒന്നും നമുക്ക് ആർക്കൊന്നും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെയാണ്. ഇന്നത്തെ സാഹചര്യങ്ങളും അതുപോലെ തന്നെയാണ്. ജീവിത രീതികളൊക്കെ വളരെയധികം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സ്റ്റേബിളായിരിക്കുക തന്നെ വേണം. ഇന്നിപ്പോൾ ചെറിയൊരു വരുമാനം കൊണ്ടോ ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ അത്തരം ചെറിയ ജീവിത രീതികൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം കൂടാതെ ഒരിക്കലും സാധിക്കില്ല. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു കിണറിലെ ജലത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്ന് വെച്ചാൽ നമ്മൾ അത് എങ്ങനെ അതിൽ നിന്നും മുക്കിയെടുക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതിനൊരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഒരു തൊട്ടിയോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതിന് ആ കിണറിൽ നിന്നും ആ ജലം നമ്മൾ മുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെവിടെ കിട്ടും, അതെവിടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വെള്ളം മുക്കിയെടുക്കാൻ എന്ത് സംഭവം ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് നമ്മുടെ ദാഹം മാറ്റാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാമ്പത്തിക സ്രോതസ്സ് എന്ത് വഴിയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഊന്നി ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അത്ര പുരോഗതി മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉതകില്ല, അല്ലെങ്കിൽ അത് നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു സോഴ്സ് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കണ്ടെത്തണം. പിന്നെ സാമ്പത്തികം ഉണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ ജോലികളാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ വല്ല ജോലിയും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നമ്മൾ ഈ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. മടി എന്ന് പറഞ്ഞത് ഭയങ്കരമായൊരു സംഭവം തന്നെയാണ് കേട്ടോ. മടിയുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക വേണം. നേട്ടം വേണം, അല്ലെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലായിട്ട് നമ്മൾ സ്റ്റേബിൾ ആവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വേണ്ടി വരും. പിന്നെ കിട്ടുന്നത് പോലെ തന്നെ ചിലവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സാമ്പത്തികമായിട്ട് മുൻപന്തിയിലെത്താൻ നമുക്ക് കഴിയില്ല. നമുക്ക് എത്ര വരുമാനം വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചിലവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാമ്പത്തിക പുരോഗതി നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊരു എത്ര ചിലവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഒരു വിഹിതം നമ്മൾ സൂക്ഷിച്ചു വെക്കാനും കൂടെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ ചിലവാക്കിയ സംഭവങ്ങളൊന്നും നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. അതെല്ലാം ചിലവായി പോകുന്ന സംഭവങ്ങളാണ്. പിന്നെയും നമുക്ക് വരുന്ന വരുമാനം ആ ഒരു നിശ്ചിത തുക തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വേണ്ട പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ സാധിക്കാൻ.
ഇപ്പം നമുക്ക് ഒരാൾ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ അല്ലെങ്കിൽ ആരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആരും ആയിക്കോട്ടെ, ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, നമുക്ക് ക്യാഷ് വേണം. നമുക്ക് മറ്റൊരാൾ എത്ര കണ്ട് നമ്മളെ സഹായിക്കും? നമ്മുടെ കയ്യിൽ തന്നെ വേണ്ടി വരില്ലേ അവരെ നോക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെ വേണ്ടി വരില്ലേ? അങ്ങനെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്ക് സാമ്പത്തികം ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അത് കണ്ടെത്താനുള്ള വഴികളും നമ്മൾ തന്നെ കണ്ടെത്തണം. എങ്ങനെ നമ്മൾ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് മറ്റൊരാൾ നമുക്ക് പല മാർഗങ്ങളും നമുക്ക് കാണിച്ചു തന്നാലും ആ മാർഗങ്ങളിലൂടെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഉന്നതി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്മളാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത്. നമുക്കാണ് ക്യാഷിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അതുണ്ടാക്കാനുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് കൂടെ ആരെങ്കിലും കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കൂടെ നമ്മൾ തയ്യാറാവണം. പിന്നെ ഏത് കാര്യത്തിനാണ് നമ്മുടെ ആത്മാർത്ഥത തന്നെയാണ് കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ലൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ആവശ്യമാണ് നമുക്ക് ഇന്ന സംഭവങ്ങൾ വേണം, ഇതുപോലെ വേണം, അതുപോലെ വേണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സംഭവം നമ്മൾ നേടിയിരിക്കും. പിന്നെ ചെലവിനങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രം ആണ് മനുഷ്യന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒന്ന് മിച്ചം പിടിക്കാൻ ഉണ്ടാവുള്ളൂ. ഏതൊരാൾക്കാണെങ്കിലും കിട്ടുന്നത് പോലെ തന്നെ ഇരട്ടി നമ്മൾ ചിലവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പുരോഗതി എപ്പോഴും പുറകോട്ട് തന്നെയായിരിക്കും. ഇതൊക്കെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതി വേണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അതിനനുസരിച്ച് വഴികൾ നമ്മൾ കണ്ടെത്തുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അതിനുള്ള സോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തും. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് നമുക്ക് എല്ലാം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ട് നമുക്ക് ഒരു സാമ്പത്തിക നില ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയാൽ നല്ലൊരു ലൈഫ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.